ചെന്നൈയിൽ നിന്നും പുറപ്പെട്ട ഒരു ട്രെയിനിൽ നിന്നും യാദൃശ്ചികമായി കണ്ടുമുട്ടിയ തികച്ചും അപരിചിതരായ ചിലർ. അതിലൊരാളാണ് നമ്മുടെ കഥയിലെ നായകനായ നരേന്ദ്രൻ. ഒരു സ്റ്റേഷനിൽ വെച്ച് കാഷായ വസ്ത്രം ധരിച്ച ഒരു സന്യാസി അവർക്കിടയിലേക്ക് വരുന്നു. പക്ഷെ ഇവരാരും തന്നെ അറിഞ്ഞിരുന്നില്ല പിന്നീടുള്ള തങ്ങളുടെ ജീവിതത്തിന്റെ ഗതിയെ പൂർണ്ണമായും തന്നെ മാറ്റിമറിക്കാൻ തന്നെ കെൽപ്പുള്ള ഒരാളാണ് ആ വന്നത്. അമാനുഷികപരമായ തങ്ങളുടെ സിദ്ധി നഷ്ടപ്പെടാതിരിക്കാൻ ക്രൂരതയുടെ ഏതറ്റവും വരെയും പോകാൻ മടിയില്ലാത്ത മരണത്തിന്റെ ദേവനായ കാലനെ ആരാധിക്കുന്ന യമധാരികൾ. ഹായ്, ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ഞാൻ റീസെന്റ് വായിച്ചിട്ടുള്ള ഈ ഒരു പുസ്തകത്തെ പറ്റിയാണ്. രാജീവ് ശിവശങ്കർ എഴുതിയ യമധാരി എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. നിങ്ങൾക്കിപ്പം ത്രില്ലർ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ഹൊറർ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, മാജിക്കൽ റിയലിസ്റ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ബ്ലാക്ക് മാജിക് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. അങ്ങനെയുള്ള എല്ലാ ജോണേഴ്സിനെയും വളരെ അടുക്കും ചിട്ടയോടുകൂടി ക്രോഡീകരിച്ച് എത്ര വിധത്തിൽ വന്നാലാണ് വൃത്തിയിലും വെടിപ്പിലും നമുക്കൊരു വായനാനുഭവം കിട്ടുക എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടി എഴുതി തയ്യാറാക്കിയതായിട്ടാണ് എനിക്കിത് വായിച്ചപ്പോൾ അനുഭവപ്പെട്ടത്. നിങ്ങളിത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. ഇനി വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇത് നല്ല രീതിക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. നല്ല വായനാനുഭവമായിരിക്കും. നല്ല രീതിക്ക് നിങ്ങൾക്ക് മറ്റൊരു ലോകത്തേക്ക് തന്നെ നിങ്ങൾ എത്തിക്കുന്ന വിധത്തിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. സോ എല്ലാവരും വാങ്ങിക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. താങ്ക് യു.